ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ക്രാക്ക് FMG. അപ്പോൾ ഞാനത് മലയാളത്തിൽ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പം ഹിന്ദി ഇംഗ്ലീഷിലെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു മലയാളത്തിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പഠിച്ചത് മോൾഡോവയിലാണ്. അപ്പോൾ ഞാൻ മോൾഡോവയിൽ ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ പോയി FMG കോച്ചിങ് എടുത്തതിന് ശേഷം ഞാൻ FMG ക്രാക്ക് ചെയ്തു, മാഷാഅല്ലാഹ്. അപ്പോൾ എനിക്ക് FMGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് കൺസിസ്റ്റൻ്റായിട്ട് നമ്മളിരിക്കണം. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ മാക്സിമം ക്വസ്റ്റ്യൻസ് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ വാങ്ങി ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി മിനിമം ലൈക്ക് ലാസ്റ്റ് 15 ഡേയ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് 15 ഡേയ്സ് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യണം. ലൈക്ക് അറൗണ്ട് നമ്മൾ 13 hours 13 മണിക്കൂർ നമ്മൾ പഠിക്കണം. അത് രാവിലെ നമ്മൾ എണീക്കുന്ന ഒരു ടൈം ഷെഡ്യൂൾ ആണെങ്കിൽ പോലും ഒരു 6 മണിക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങണം. ഒരു 6 മണി തൊട്ട് മിനിമം 12 മണി വരെയെങ്കിലും നമ്മൾ പഠിച്ചാലേ നമുക്ക് അതിൻ്റെ ലൈക്ക് ലാസ്റ്റ് 15 ഡേയ്സിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അത്രയും നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷുവറായിട്ട് നമ്മൾ പാസ്സാവും. പിന്നെ പഠിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മൈൻഡായിട്ട് സ്പീഡായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നല്ല സ്പീഡുണ്ടാവും. പക്ഷെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ എണീച്ച് പിന്നെ അങ്ങോട്ട് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൈം എടുക്കും പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം രാവിലെ എണീച്ച് പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തിയറി പഠിക്കുക. തിയറി പഠിച്ച് നമുക്കൊരു എക്സോസ്റ്റായിട്ട് തോന്നുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെയും നമ്മൾ തിയറി പഠിക്കുക, പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ എപ്പോൾ നമുക്ക് ലേസായിട്ട് അല്ലെങ്കിൽ എക്സോസ്റ്റായിട്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുക. അതിന് മുമ്പ് വീഡിയോ കാണുക. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ നോട്ട്സ് ഉണ്ടെങ്കിൽ വായിക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മൾ അപ്പോൾ പഠിച്ച സാധനത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി കാരണം ആ ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മൾ അപ്പോൾ പഠിച്ചത് എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുക, അതിന് മുമ്പ് പഠിച്ചത് ഏത് ടോപ്പിക്കാണോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം നമുക്ക് എത്രത്തോളം നമ്മളെ മനസ്സിലത് ഓർമ്മശക്തിയിൽ അത് നിൽപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എക്സാം ഡേക്ക് ലാസ്റ്റ് 50 ഡേയ്സിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ എക്സാം ഡേ. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീച്ച് 6 മണിക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എക്സാം ഡേക്ക് നമുക്ക് എക്സോസ്റ്റ് ആകത്തില്ല. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാ ദിവസവും 12 മണി ഉച്ചയ്ക്ക് 12 മണിക്ക് പഠിക്കാൻ തുടങ്ങി രാത്രി 2-3 മണി വരെ പഠിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ റിതം മാറിയിട്ട് നമ്മൾ എക്സാം ഡേക്ക് പോകുമ്പം നമ്മൾ അങ്ങനെ ഇരുന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ കൂടി ഭയങ്കരമായിട്ടുള്ള ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ലാസ്റ്റ് 50 ഡേയ്സ് എല്ലാവരും ടൈമിംഗ് ഒന്ന് കറക്റ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പോസ്റ്റർ ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണോ എക്സാം ഹാളിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഡേ എക്സാം ഡേയിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ആയാലും അതിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ബ്രൈറ്റായിട്ടിരുന്ന് എക്സാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ടും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവിങ് സ്പീഡ് കൂടിയിട്ട് നമുക്ക് എക്സാമിൽ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം LRR, പിന്നെ 25 മോസ്റ്റ് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് കാണുക, വായിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ മാക്സിമം ഇത് റിവൈസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാകാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സബ്ജക്റ്റ് ഞാൻ പറയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈനക്കോളജി, മെഡിസിൻ, സർജറി, PSM ഇത് 4 ഭയങ്കര വെയിറ്റേജാണ്. അതിനുശേഷം ENT, ഒഫ്താല്, ഫാർമക്കോളജി ഇത്രയും സബ്ജക്റ്റിനും നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇത് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് കുറേ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം ഡേയിൽ സെൻറ്റർ എടുക്കുമ്പോൾ നോക്കിയിട്ട് എടുക്കുക. നമ്മൾ എക്സാം സെൻറ്റർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ എന്തെങ്കിലും ഹോട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ അവിടെ പോയി ഒന്ന് സെറ്റിലായിട്ട് അവിടെ നിന്ന് ഒരു 50 മീറ്ററൊക്കെ നടക്കാൻ പറ്റുന്ന ദൂരത്തിലുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ നമുക്ക് തിരിച്ച് റൂമിൽ പോയി നമ്മളേതെങ്കിലും ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ബ്രൂ കോഫിയോ നമുക്കെന്തെങ്കിലും ഫ്രൂട്ട്സോ തന്നു കഴിഞ്ഞാൽ നമുക്കത് കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പ്രിപ്പറേഷൻ കുറച്ചുകൂടി ലൈക്ക് നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ നോട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് പിന്നെയും പോയിരുന്നത് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് പഠിക്കാം. പിന്നെ നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എപ്പോൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് പഠിക്കുക. നമ്മളെ കൊണ്ട് പറ്റും നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആരെന്ത് പറഞ്ഞോട്ടെ, കൂട്ടുകാരെന്ത് പറഞ്ഞോട്ടെ. പിന്നെ മാക്സിമം മോട്ടിവേഷൻ കൂട്ടുകാർക്കിടയിൽ നിന്ന് തന്നെ സംസാരിച്ച് ഉണ്ടാക്കിയെടുക്കുക. നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരോട്ട് അധികം കോൺടാക്റ്റ് വെക്കാതിരിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. കാരണം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെ പറയുന്ന ആൾക്കാരുമായിട്ട് കൂടുതലും സംസാരിക്കുക, കൂടുതലും ഡിസ്കസ് ചെയ്യുക. നമ്മൾ 101% എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നമ്മളെ സ്വന്തം മനസ്സിൽ തന്നെ തോന്നിയിട്ട് വേണം കയറാൻ. അതിവിടെ കയറിയതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ബി കോൺഫിഡൻറ്റ്, സ്റ്റാർട്ട് ടു റൈറ്റ് ദ എക്സാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.